ഇത് പാലക്കാട്ടെ റോയൽ ട്രീറ്റ് ഹോട്ടൽ. ഉച്ച സമയം നമ്മളിവിടെ ലഞ്ച് കഴിക്കാനാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഫിഷ് കറി മീൽസുണ്ട്, ബിരിയാണിയുണ്ട്, ഫ്രൈഡ് റൈസുണ്ട്. നമ്മൾ ഫിഷ് കറി മീൽസാണ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സാധാരണ പാലക്കാട് ഹോട്ടലിൽ കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പൊന്നിയരിയാണുള്ളത്. ഇതാണ് ഊണിനോടൊപ്പമുള്ള സൈഡ് ഡിഷ്. ഒരു മീൻ കറിയുണ്ട്, കുമ്പളങ്ങ കറി, ബീട്രൂട്ട് കറി, അച്ചാർ ടേബിളിൽ തന്നെയുണ്ട്, പിന്നെ പായസവും. ഊണിന് സൈഡ് ഡിഷസ് കുറവാണ്. ഒഴിക്കാനായി സാമ്പാറും രസവും പച്ചമോരും. പാലക്കാട് മിക്ക ഹോട്ടലിലും പൊന്നിയരിയാണ് ഊണിന് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ജയ റൈസാണ്. 150 രൂപ വിലയുള്ള ഈ ഊണിന് കുറച്ചുകൂടി സൈഡ് ഡിഷസ് ആവാമായിരുന്നു. ഇവിടെ നമ്മൾ ഊണിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് കറി അയലക്കറിയാണ്. ഇത് സാധാരണ പാലക്കാട് കിട്ടുന്ന പോലെ എരിവ് കുറഞ്ഞ അയലക്കറിയാണ്. ഊണ് ശരാശരി നിലവാരം പുലർത്തുന്നതാണ്. കുറച്ചുകൂടി സൈഡ് ഡിഷസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഊണ് നന്നായേനെ. അതുപോലെ തന്നെ കൂടുതൽ പേരും ഇവിടെ പ്രിഫർ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി 200 രൂപയാണ് ഒരു ചിക്കൻ ബിരിയാണിക്ക്. പാലക്കാടുകാർക്ക് പൊതുവേ ജയ റൈസിനോട് താല്പര്യം കുറവാണ്. വളരെ അപൂർവം കടകളിൽ മാത്രമേ ജയ റൈസ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ മിക്ക ഹോട്ടലുകളിലും പുളിശ്ശേരി കാണില്ല. പാലക്കാട് തന്നെ പുളിശ്ശേരി കിട്ടുന്ന അപൂർവം റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് കടൽ. സാമ്പാറും രസവും ടിപ്പിക്കൽ പാലക്കാടൻ രീതിയിലുള്ളതാണ്. ഇവിടെ പാർക്കിംഗ് സ്പേസ് കുറവാണ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഹോട്ടലാണ്. ആംബിയൻസ് ഒന്നും യാതൊരു കുഴപ്പമില്ല. ഈ താലി മീൽസിൽ കുറച്ചുകൂടെ സൈഡ് ഡിഷസ് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഊണ് കുറച്ചുകൂടെ ഗംഭീരമാക്കാമായിരുന്നു.